നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയാളുടെ സജീവമായിട്ട് എല്ലാത്തിലും ഇടപെട്ട് ആളാവാൻ നോക്കുക. എന്തായാലും ഈ സമയത്ത് അവനൊരു സഹായമല്ലേ മോളെ. നീ ആയിട്ട് പിണക്കാൻ നിൽക്കണ്ട. ഇല്ല അങ്കിളെ, പിന്നെ ഞാനിപ്പോ അങ്ങോട്ട് വന്ന അച്ഛനോടെല്ലാം പറയേണ്ടി വരില്ലേ? പിന്നെ നീ എന്ത് ചെയ്യും? സ്റ്റേഷനിൽ വരാതെ കിടക്കും. ആ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്തായാലും ശബരി തിരിച്ചു വന്നിട്ടേ ഞാൻ എന്തും തീരുമാനിക്കൂ. ശരി മോളെ, നീ വിളിച്ചാ മതി. ആ, ഓക്കെ അങ്കിളെ. എന്താ അങ്കിളെ, ദേശീയ സ്റ്റേഷനിൽ നിന്ന് വിട്ടോ? ഇല്ല മോളെ, അവള് കസ്റ്റഡിയില. നാളെ കോടതിയിൽ ഹാജരാക്കും. അയ്യോ, കോടതിയിൽ ഹാജരാക്കിയ ദേശീയ റിമാൻഡ് ചെയ്യില്ല അങ്കിളെ? അത് FIR വകുപ്പ് പോലെ ഇരിക്കും. നാളെ നല്ലൊരു വക്കീലിനെ വെച്ച് ജാമ്യാപേക്ഷ കൊടുത്തു നോക്കാം, മിക്കവാറും കിട്ടും. ആ, ചിലങ്ക വിളിച്ച കാര്യം തൽക്കാലം അണ്ണൻ അറിയണ്ട. ക്ഷീണം കൊണ്ട് മയങ്ങോ. ഉണരുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. ശരി അങ്കിളെ. ശരി മോളെ. ആ, രഘുവാ, അവര് പഞ്ചരത്നത്തിൽ എത്തിയെന്ന് പറയാൻ വിളിക്കാം. മോള് ചെല്ല്, ഞാൻ രഘുവിനോട് സംസാരിക്കട്ടെ. ഓക്കെ. ആ രഘു, നിങ്ങൾ എത്തിയോടെ? ആ, പറയാൻ ഒരുപാടുണ്ട് രഘു. ഞങ്ങൾ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ആന്റി ഇന്ന് കഷ്ടപ്പെട്ടു പോയേനെ, അല്ലേ ആന്റി? ലച്ചുമോൾക്ക് പെട്ടെന്ന് പഠിച്ചതുകൊണ്ടാ, അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. രാത്രിയിൽ അസുഖം വല്ലതും കൂടിയാ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നൊരു പേടി, അത്രേ ഉള്ളൂ മോളെ. അവിടുത്തെ അവസ്ഥ വെച്ച് വരാൻ പറ്റിയ സാഹചര്യം ഒന്നും അല്ലായിരുന്നു ആന്റി. പക്ഷെ മോളുടെ കിടപ്പ് കണ്ടപ്പോ വരാൻ തോന്നിയതിന് ദൈവത്തിന് നന്ദി പറയണം. ആ, രഘുവും കൂടി ഉള്ളതുകൊണ്ട് ഒരു സമാധാനമാ. ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാലും പോകാലോ. ആ, ദാ വരുന്നു രഘുവേട്ടാ. അല്ല, ദാസങ്ങളിനെ വിളിച്ചോ രഘുവേട്ടാ? വിളിച്ചോ.